നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിൽ നിന്ന് കൂടുതൽ ക്ലബ്ബുകളുണ്ട്, നമുക്കറിയാം. അതിൻ്റെ കാരണം തുടർച്ചയായിട്ട് കോപ്പ ലിബർട്ടഡോറസ് വിജയിച്ചത് അവരായിരുന്നു. അതിലിപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബുകൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. സമനില എന്ന രൂപത്തിൽ കുരുങ്ങിപ്പോയത് പാൽമിറാസാണ്. പക്ഷേ ബോട്ടാഫാഗോ വിജയിച്ചു, ഇന്ന് ഫ്ലമിംഗോ വിജയിച്ചു, ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഫ്ലുമിനൻസിന് കളിയുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച പ്രകടനം ആരായിരിക്കും നടത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫ്ലമിംഗോയുടെ കാര്യത്തിൽ അവരുടെ കോച്ചായിട്ട് ഫിലിപ്പെ ലൂയിസ് വന്നതിന് ശേഷം മികച്ച പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 8 കളികൾ എടുക്കുക, ഫ്ലമിംഗോയുടെ കഴിഞ്ഞ 8 കളികൾ നമ്മൾ എടുത്തു നോക്കുക. അതിൽ ഒറ്റ കളിയിൽ മാത്രമാണ് അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ 8 കളികളിൽ 7 എണ്ണത്തിലും അവർ ഗോൾ കൺസീഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. 8 കളികളിലൊന്നും തോറ്റിട്ടില്ല. 7 വിജയവും ഒരു സമനിലയുമാണ്. 91.7% അവരുടെ സക്സസ് റേറ്റ്. 17 ഗോളുകൾ അവരടിച്ചു ഈ 8 കളികളിൽ നിന്ന്. തിരികെ വാങ്ങിയത് 2 ഗോളുകൾ. 6.8 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല 33.5 ഷോട്ടുകൾ അവർ ഗോളിലേക്ക് ഉതിർത്തിട്ടുണ്ട്. 62.4% അവർ ബോൾ പൊസിഷൻ വെച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പെ ലൂയിസ് വന്നതിന് ശേഷം 46 കളികൾ കളിച്ചതിൽ 32 അവർ വിജയിച്ചു, 11 സമനില, 3 തോൽവികൾ. സോ ഭയക്കണം ഈ ബ്രസീലിയൻ വമ്പന്മാരെ. പക്ഷേ അവരുടെ മാറ്റ് തെളിയേണ്ട മത്സരം അടുത്തതാണ്. ഇപ്പോൾ ഇന്ന് ശരിയാണ്, ES ടൂണീസിനെതിരെ അവർ 2-0 വിജയിച്ചു. പക്ഷേ അടുത്ത കളി ചെൽസിക്കെതിരെയാണ്. ജൂൺ 20 രാത്രി ഇന്ത്യൻ സമയം 11:30 നടക്കുന്ന ആ കളിയിലാണ് അവരുടെ മാറ്റ് തെളിയേണ്ടത്. അതിനുശേഷം ജൂൺ 25 അവർക്ക് LAFC-യുമായിട്ട്, ലോസ് ഏഞ്ചലസ് FC-യുമായിട്ടും മത്സരമുണ്ട്. നിലവിലൊരു സ്ഥിതിവിശേഷത്തിൽ അവർ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിലവിൽ ഗ്രൂപ്പ് ഡിയിൽ 1-ാം സ്ഥാനത്ത് ഫ്ലെമിംഗോയാണ്. 1 കളി 3 പോയിൻറ്റ്, ചെൽസിക്കും 1 കളി 3 പോയിൻ്റ് ഉണ്ട്. ഏതായാലും ഗ്രൂപ്പിൽ ആര് മുന്നോട്ട് പോകും എന്ന് നിർണ്ണയിക്കുന്ന പോരാട്ടമായിരിക്കും ഫ്ലെമിംഗോ വേഴ്സസ് ചെൽസി പോരാട്ടം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.